ഇറാനിൽ ഒരു വമ്പൻ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വൈകുന്നേരമാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഒരു മലനിരകളുണ്ട്, ഷിറാസ് മേഖല എന്ന് പറഞ്ഞൊരു മലനിരകളുണ്ട് ഇറാനിൽ. അവിടെ നിന്നാണ് ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കറുത്ത പുക വരുന്നുണ്ട്, സൗണ്ട് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയാസിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രോപ്പർ ന്യൂസുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതാണ് അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ്. അതായത് രഹസ്യ സ്ഫോടനങ്ങളാണോ, ഇനി അതല്ല ഇറാൻ തന്നെ അവിടെ വല്ല പരീക്ഷണം നടത്തുകയാണോ എന്നുള്ളത് പല ആൾക്കാരും സംശയം പറയുന്നുണ്ട്. ഇത് ഇന്ന് ഇപ്പോൾ 18-ാം തീയതി, ഫെബ്രുവരി 18-ാം തീയതിയാണ് ഈ വീഡിയോസ് ഔട്ടായിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് രണ്ട് വേറെ സ്ഥലത്ത് ചെറിയ ചെറിയ സ്ഫോടനങ്ങളും ഗ്യാസ് ലീക്കേജുകളും ഒക്കെ വരുന്നിട്ടുണ്ട്. പക്ഷേ ഷിറാസ് മേഖല നഗരത്തിന് സമീപത്തുള്ള മലനിരകൾ, ഷിറാസ് നഗരത്തിന് സമീപത്തുള്ള മലനിരകളിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഈ മലനിരകൾ ഇറാൻ്റെ മിസൈൽ ശേഖരം കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ആണവ നിലയങ്ങൾ ഇതിൻ്റെ അടുത്തൊക്കെ ഉണ്ട് എന്ന് ചില ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. ഇനി അതല്ലാതെ മറ്റ് ചില സ്ഫോടനങ്ങൾ ഇന്നുണ്ടായത് പറയുന്നത് ഷഹ്രിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷഹ്രിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഗരത്തിൽ വലിയൊരു സ്ഫോടനം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സൈനിക ആവശ്യങ്ങൾക്കുള്ള വെടിക്കോപ്പുകളും ഇന്ധനവും സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കേന്ദ്രമാണ് ഈ ഒരു നഗരം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ മാസത്തിൽ ഇറാനിൽ റിപ്പോർട്ട് ചെയ്യുന്ന 13-ാമത്തെ വലിയ സ്ഫോടനങ്ങളാണ്. ഈ 13 സ്ഫോടനങ്ങൾ വലിയ സ്ഫോടനങ്ങൾ, അതല്ലാണ്ട് ചെറിയ ചെറിയ സ്ഫോടനങ്ങളൊക്കെ ഇറാനിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ IRGCയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും ഇപ്പം അമേരിക്കൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഇറാൻ ഇങ്ങനെ ആക്രമണം നേരിട്ടു എന്നുള്ള ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു കൺഫർമേഷനോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതെല്ലാം സാധാരണ മറ്റ് ചില സ്ഫോടനങ്ങൾ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വീഡിയോ പുറത്തു വിട്ടിരുന്നു അല്ലേ, അതായത് ഇറാൻ്റെ ഒരു ആണവ നിലയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദം വന്നതും ഭൂചലനങ്ങൾ ഉണ്ടായതിനൊക്കെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഏതായാലും ഇത് മാത്രമല്ല, ഇന്ന് വന്ന 2-3 ന്യൂസുകളുണ്ട്. ഇന്ന് രാവിലെ മുതലേ വന്ന 2-3 ന്യൂസുകളാണ്. പക്ഷെ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ട്രൈ ചെയ്യണം. ഇപ്പം ഈ അമേരിക്കയുടെ മുൻ ഡിഫൻസ് സെക്രട്ടറി ഉണ്ട്, ആളുടെ പേര് പീറ്റർ ജെന്നിങ്സ് ആണ്. പുള്ളി ഇന്നൊരു അമേരിക്കൻ TV കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയുടെ ഫോമർ ഡിഫൻസ് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു പുള്ളി ഫോർ സ്ട്രാറ്റജി. അതായത് അമേരിക്കയുടെ ഡിഫൻസ് സെക്യൂരിറ്റി സെക്രട്ടറിയാണ്, സ്ട്രാറ്റജി സെക്രട്ടറി ആയിരുന്നു, മുൻ സെക്രട്ടറി ആയിരുന്നു. പുള്ളി പറഞ്ഞിട്ടുള്ളത് ഇറാനെതിരെ US സൈനിക നീക്കം അടുത്ത 48 മുതൽ 72 ഹവേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അതായത് 2 മുതൽ 4 ദിവസത്തിൻ്റെ ഉള്ളിൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇറാനെതിരെയുള്ള ആക്രമണം അമേരിക്ക തുടങ്ങും എന്നാണ് പറയുന്നത്. ഒരു സൈഡിൽ ചർച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ചർച്ചയുടെ സൈഡിൽ നിന്ന് വരുന്നത്. എങ്കിൽ പോലും ഇയാളെപ്പോലത്തെ ഒരാൾ പറയുന്നത് അമേരിക്ക അടിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ വൻതോതിലുള്ള നീക്കമാണ് പുള്ളി ഇതിനുള്ള ആധാരമായിട്ട് പറയുന്നത്. അതല്ല, അമേരിക്ക അടിക്കണ്ട എന്നുള്ള ഒരു ചിന്തയാണ് അമേരിക്കെങ്കിൽ ഇത് ഗണ്യമായിട്ട് കുറച്ചേനെ എന്നാണ് പുള്ളി പറയുന്നത്. ഇത്രയും വീണ്ടും അങ്ങോട്ട് കപ്പലുകൾ അയച്ച് ഉണ്ടാക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഇറാൻ്റെ ഹോർമോസ് കടലിടുക്കിൽ അമേരിക്കയുടെ തന്നെ ഏകദേശം $3 ബില്യൺ വരുന്ന ഒരു സബ്മറൈൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഏറ്റവും പ്രഹരശേഷിയുള്ളതുമായിട്ടുള്ള സബ്മറൈനാണ്. അതും ഇറാൻ്റെ തീരത്ത് ഇന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ന്യൂസിലോട്ട് നമുക്ക് വരാം. ആദ്യം നമ്മൾ ഇത് ഒന്ന് തീർക്കുക. പിന്നെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം, അതായത് എയർ ടു എയർ റീഫില്ലറുകൾ ഒരുപാടായിട്ട് ഈ സ്ഥലത്തോട്ട് പോകുന്നുണ്ട് എന്നും പുള്ളി പറയുന്നുണ്ട്. അതുമാത്രമല്ല, ആണവ ആക്രമണത്തിനുള്ള വ്യാപ്തി, ആണവ നിലയങ്ങൾ മാത്രമല്ല, ഇറാനിലെ നേവി, പിന്നെ റെസൊല്യൂഷണറി ഗാർഡിൻ്റെ നേതൃത്വങ്ങൾ, ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ എന്ന എല്ലാ സ്ഥലങ്ങളും ആക്രമിക്കാനുള്ള സമഗ്രമായിട്ടുള്ളൊരു പദ്ധതിയാണ് അമേരിക്ക ഇട്ടിട്ടുള്ളത് എന്നാണ് ജെന്നിങ്സ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ചൈനയുടെ ആണവ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പുതിയ ഭൂകമ്പങ്ങളുടെ ഡാറ്റ ഈ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈന രഹസ്യമായി ആണവ പരീക്ഷണം ഇതിൻ്റെ ഇടയിലൂടെ നടത്തുന്നുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട്. തന്ത്രപ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ് ചൈന തങ്ങളുടെ ആണവ ശേഖരം ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതെന്നും കൂടെ ജെന്നിങ്സ് ഇതിൻ്റെ ഇടയിൽ കൂടെ പുള്ളി സംസാരിച്ച കൂട്ടത്തിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു ആഗോള സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ റഷ്യ സമാനമായ രീതിയിൽ ആണവശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യത ഉണ്ട് എന്നും പുള്ളി ചൂണ്ടിക്കാണിക്കുന്നു. അതേ സ്ഥാനത്ത് തന്നെ ഇറാൻ എത്രത്തോളം ഇതിൽ ഈ ഒരു പരീക്ഷണങ്ങൾ ഉള്ളിൽ നടത്തുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി പുള്ളി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. കാരണം
ഇറാൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ദുരൂഹമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. ഇത്തരം പേടികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതൊരു യുദ്ധത്തിലോട്ട് മാറാണ്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ അമേരിക്ക 72 hours ഉള്ളിൽ ഇറാനിൽ ഒരു യുദ്ധം നടത്തും എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോസ് കടലിടുക്കിൽ ഒരു US വെർജീനിയ ക്ലാസ് അന്തർവാഹിനി കണ്ടതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇറാൻ്റെ പെട്രോൾ ബോട്ടിന് സമീപം ഉപരിതലത്തിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാണ് തണ്ടർ ഫോഴ്സ് പങ്കുവച്ചിട്ടുള്ള ഈ വീഡിയോയിലുള്ളത്. അത് മാത്രമല്ല, കടലിടുക്കിലെ അപ്രതീക്ഷിത സാന്നിധ്യം പുലർച്ചെ 5:42 ഇന്നലെ പുലർച്ചെ 5:42 ഹോർമോസ് കടലിടുക്കിലെ കനത്ത മഞ്ഞിൽ $3 ബില്യൺ വിലമതിക്കുന്ന വെർജീനിയ ക്ലാസ് അന്തർവാഹിനിയാണ് ഇറാൻ്റെ പെട്രോൾ കപ്പലിന് തൊട്ടരികയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇത് ആക്രമിക്കാമെന്നതാണോ അതല്ല ഇറാൻ ഒന്ന് പേടിപ്പിക്കാം, ഇറാൻ പലതും കാണിച്ച് പേടിപ്പിക്കുന്ന പോലെ ഇറാനെ പേടിപ്പിക്കാം എന്നതാണ് എന്നാണ് പലരും പറയുന്നത്. ഇതൊരു ആക്രമണമായിരുന്നില്ല, മറിച്ച് അമേരിക്കയുടെ സൈനിക കരുത്തും സാന്നിധ്യവും ബോധ്യപ്പെടുത്താനായി ആസൂത്രണം ചെയ്തൊരു തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ സാങ്കേതിക വിദ്യയിലെ വ്യത്യാസം ഒരുപാട്, അതായത് അമേരിക്കൻ അന്തർവാഹിനി ഇറാൻ്റെ നാവികസേനയും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ഒരു തന്ത്രം അവിടെ ഉപയോഗിച്ചത്. അതായത് ആണവോർജ്ജത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഈ വെർജീനിയ ക്ലാസ് അന്തർവാഹിനി മാസങ്ങളോളം വെള്ളത്തിൽ കിടക്കാൻ കഴിയുന്നതും ഇതിൽ 38ഓളം ക്രൂയിസ് മിസൈലുകൾ ഇതിന് ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ഈ ഒരു കപ്പലിനുണ്ട്. അതുമാത്രമല്ല, പരമ്പരാഗത പെരിസ്കോപ്പിക് പകരം ഫോട്ടോണിക് മസ്റ്റ് ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് 100 മൈൽ അകലെ ഉള്ള ശബ്ദങ്ങളെ പോലും തിരിച്ചറിയാൻ ഈ ഒരു സിസ്റ്റത്തിന് കഴിയും എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ സാമ്പത്തിക അന്തരം എന്ന് നമുക്കറിയാം. ചിലപ്പോൾ ഇറാൻ്റെ മൊത്തം മിസൈലുകൾ ഉണ്ടാക്കാൻ എടുത്ത കാശിലും കൂടുതലാണ് ഈ ഒരു ഒറ്റ വിമാനവാഹിനിയുടെ മൂല്യം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇറാൻ്റെ ഏതൊരു മിസൈൽ എടുത്തു പോയി കഴിഞ്ഞാലും ഇറാൻ ലക്ഷങ്ങളും ആയിരങ്ങളും കൊണ്ട് മിസൈൽ ഉണ്ടാക്കുന്ന രാജ്യമാണ്. ആ മിസൈലുകൾ പൊടിക്കാൻ അമേരിക്കക്ക് വേണ്ടത് കോടികളുമാണ്. അതിൻ്റെ ഒരു അന്തരം ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഈ ഒരു അന്തർവാഹിനി മാത്രമല്ല ഇതേ സമയത്ത് പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കയുടെ തന്നെ MH-60R സീഹോക്ക് ഹെലികോപ്റ്റേഴ്സും ഇതിൻ്റെ അടുത്ത് ഇതിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇത് ഇറാൻ്റെ കപ്പലിന് ചുറ്റും സോണാർ ബ്യൂണിയം വിന്യസിച്ച് അവരുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ കപ്പലുകൾക്ക് ചുറ്റുമുള്ള നിരീക്ഷണങ്ങളാണ് ഈ 2 അന്തർവാഹിനിയും ഈ പറഞ്ഞ ഹെലികോപ്റ്ററും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ പുറത്തോട്ട് വിട്ടിട്ടുള്ള ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നേരിട്ട് അമേരിക്ക ഇങ്ങനെ ഒരു ആക്രമണത്തിനും മുതിരില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ, ഇറാൻ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ അത് അമേരിക്കക്ക് അടിയാവുന്നില്ല. അമേരിക്കക്ക് സാമ്പത്തിക നഷ്ടം ഒരുപാടുണ്ടെങ്കിലും അമേരിക്കൻ സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ അതോടുകൂടി പൊടിയും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്നതും. കൂട്ടത്തിൽ ആണവോർജ്ജം ഇറാൻ്റെ കയ്യിലുണ്ടോ എന്നുള്ള മറ്റൊരു പേടിയാണ് ഇതിൽ ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു ഇറാൻ അമേരിക്ക ഈ ഒരു വാർ ടെൻഷൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഇതൊക്കെ. അല്ലാതെ ചെറിയ ചെറിയ പല ന്യൂസുകളും വരുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞ സമയത്തെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഡീല് ഉറയ്ക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചതില്ലേ, ഒരു യുദ്ധത്തിലോട്ട് എത്താണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പലരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്താണ് അമേരിക്കയുടെ ഉള്ളിലിരിപ്പ്, അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യം ഇക്കാര്യത്തിൽ, യുദ്ധത്തിൻ്റെ കാര്യത്തിൽ കൂട്ടത്തിൽ അവരെ തിരിപ്പിച്ചു വിടുന്നത് അതിനേക്കാൾ വലിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിഷമായിട്ടുള്ള ഇസ്രായേലിനെ പോലത്തെ ഒരു രാജ്യം, നെതന്യാഹുവിനെ പോലത്തെ ഒരു ചെകുത്താൻ ഭരണാധികാരിയുള്ള രാജ്യം. ആ രാജ്യം ഏത് രീതിയിലാണ് ചതിക്കുക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറാനല്ല ചതിയന്മാർ, അത് ഇസ്രായേലാണ്, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഭരണാധികാരികളാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല എന്നും പറയുന്ന പോലെ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഈ യുദ്ധം ഇല്ലാണ്ടായി അതൊരു നല്ല രീതിയിലോട്ടുള്ള ഡീലിലോട്ട് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.